അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാന്യ പ്രേക്ഷകർക്ക് അറബി ഭാഷാ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. റമദാൻ കരീം. നമ്മൾ 2 ദിവസമായി ക്ലാസ്സുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പഠിച്ചത് ഒന്നുകൂടി റിവ്യൂ ചെയ്യുകയും അതിനുശേഷം പുതിയ ക്ലാസ് ഇന്ന് തുടരുകയും ചെയ്യുകയാണ്. മാന്യ പ്രേക്ഷകർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിട്ട് വിളിച്ച് അന്വേഷിക്കാവുന്നതും സംശയം തീർക്കാവുന്നതുമാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വലൈക്കും സലാം. ഓക്കെ, ഇന്നലെ പഠിച്ചതൊക്കെ ഓർമ്മ ഉണ്ടോ? ഒന്നുകൂടി പറയാം അല്ലേ? ഓക്കെ, ഒന്നുകൂടി പറയുന്നതിന് മുമ്പ് സാധാരണ നമ്മളൊരാളെ കണ്ടുമുട്ടുമ്പോൾ ആദ്യം അറബികൾ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ പറയുന്ന വാക്ക് ഒന്നുകിൽ അഹ്ലൻ വസഹ്ലൻ എന്ന് പറയും. അതെങ്ങനെയാണ് പറയുക? അഹ്ലൻ വസഹ്ലൻ, അഹ്ലൻ വസഹ്ലൻ, വസഹ്ലൻ. അല്ലെങ്കിൽ മർഹബ എന്ന് പറയും. മർഹബ അത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ മർഹബ. ഓക്കെ, മർഹബ. മർഹബ വെൽക്കം അല്ലെങ്കിൽ സ്വാഗതം എന്ന് പറയുന്നതാണ് മർഹബ, സ്വാഗതം. സ്വാഗതം. അപ്പോൾ സാധാരണ വിഷ് ചെയ്യുമ്പോൾ ആദ്യം പറയുന്നത് മർഹബ അല്ലെങ്കിൽ അഹ്ലൻ വസഹ്ലൻ. അഹ്ലൻ വസഹ്ലൻ എന്ന് പറയുന്നതും പിന്നെ മർഹബ എന്ന് പറയുന്നതും സ്വാഗതം എന്ന് ഉദ്ദേശിക്കുന്ന അർത്ഥം തന്നെയാണ്. മർഹബക്കാണ് ഡയറക്റ്റ് ആയിട്ട് സ്വാഗതം എന്ന വാക്ക് അർത്ഥമുള്ളത്. മറ്റേതിനുള്ളത് ഒരു എക്സ്പ്രഷനാണ്. അഹ്ലൻ വസഹ്ലൻ എന്ന് പറഞ്ഞാൽ സ്വാഗതം എന്ന് തന്നെയാണ്, പക്ഷെ അതൊരു എക്സ്പ്രഷനാണ്. തലമുറകളായിക്കൊണ്ട് അറബികൾ കൊണ്ട് നടക്കുന്ന ഒരു വാക്കാണ്. അതിന് സ്വാഗതം എന്ന വാക്കർത്ഥമില്ലെങ്കിലും സ്വാഗതത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. അപ്പോൾ നമ്മൾ അത് കേട്ട് കഴിഞ്ഞാൽ തിരിച്ച് മർഹബൻ അല്ലെങ്കിൽ പിന്നെ ഒന്നുകൂടി കൂട്ടി പറയണമെങ്കിൽ മർഹബത്തൈൻ എന്ന് പറയും. ടു മർഹത്തൈൻ എന്ന് പറഞ്ഞാൽ ടു എന്ന് പറയുന്നതിനാണ്. അപ്പോൾ ഒന്നുകിൽ മർഹബ എന്ന് തിരിച്ചും പറയാം. അഹ്ലൻ വസഹ്ലൻ എന്ന് പറയുമ്പോൾ അഹ്ലൻ വസഹ്ലൻ എന്ന് വീണ്ടും തിരിച്ചു പറയാം, അല്ലെങ്കിൽ മർഹബ എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ എക്സ്പ്രഷനോട് കൂടി പറയുകയാണെങ്കിൽ മർഹബത്തൈൻ എന്നും പറയാം. മർഹബത്തൈൻ. നമ്മൾ എഴുതുകയാണെങ്കിൽ റിപ്ലൈ എഴുതുമ്പോൾ മർഹബത്തൈൻ. ചെറിയതാ മർഹബത്തൈൻ എന്ന് പറയും. ആദ്യം നമ്മൾ കാണുമ്പോൾ കൈഫുൽ ഹാൽ എന്ന് നമ്മൾ പഠിച്ചില്ലേ? കൈഫ് അല്ലെങ്കിൽ കൈഫ് ഹാലക് എന്ന് പറയുന്നതിന്റെ മുമ്പ് ആദ്യം മർഹബ എന്ന് പറയും. മർഹബ. പിന്നെ നെക്സ്റ്റ് ആണ് കൈഫുൽ ഹാൽ എന്ന് ചോദിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ഉത്തരം പറയേണ്ടത് മർഹബത്തൈൻ അല്ലെങ്കിൽ മർഹബ എന്ന് തിരിച്ച് പറയും. അഹ്ലൻ വസഹ്ലൻ എന്ന് പറയും. എന്നിട്ട് പിന്നെ നമ്മൾ കൈഫുൽ ഹാൽ അല്ലെങ്കിൽ കൈഫ് ഹാലക് എന്ന് ചോദിക്കും. എങ്ങനെ ചോദിക്കും? കൈഫുൽ ഹാൽ എന്ന് പറഞ്ഞാൽ എന്താ മറുപടി പറയാം? പഠിച്ചോ? കൈഫുൽ ഹാൽ. മറുപടി അൽഹംദുലില്ലാഹ് ബഖൈർ അല്ലെങ്കിൽ തമാം എന്ന് നമ്മൾ തിരിച്ചു പറയും അല്ലേ? അതുപോലെ തന്നെ അറബികൾ സാധാരണ പറയുന്ന ഒരു പിന്നെ പദമാണ് ഫവ്വൽ. ഫദ്ദൽ. ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു പദമാണ് പിന്നെ ഫദ്ദൽ എന്നത്. ഫവ്വൽ എന്നാണ് അറബി ഉച്ചരിക്കുക. അത് സാധാരണ നമ്മൾ മലയാളത്തിലില്ലാത്ത വാക്കായതുകൊണ്ട് ഫദ്ദൽ എന്ന് എഴുതിയെന്നുള്ളൂ. ഫവ്വൽ എന്നാണ് അതിൻ്റെ ശരിയായ ഉച്ചാരണം. അതിൻ്റെ അർത്ഥം പ്ലീസ് കം അല്ലെങ്കിൽ പ്ലീസ് എൻ്റർ എന്നതിനൊക്കെ പറയുന്ന പദമാണ് പിന്നെ ഫവ്വൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ നമ്മൾ പ്ലീസ് ടേക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നതും ഫവ്വൽ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോഴും നമ്മളെ വെൽക്കം ചെയ്യുമ്പോൾ പറയാറുണ്ട് ഫവ്വൽ എന്ന് പറയും. പ്ലീസ് കം എന്നുള്ളതിന് ഉപയോഗിക്കുന്നതാണ്. ഫവ്വൽ എന്ന വേർഡിൻ്റെ മീനിങ് പ്ലീസ് കം എന്നല്ലെങ്കിൽ പോലും അതൊരു എക്സ്പ്രഷനാണ്. അല്ലെങ്കിൽ അറബികൾ പിന്നെ കാലക്രമേണ അല്ലെങ്കിൽ കാലാന്തരമായിക്കൊണ്ട് ഉപയോഗിച്ചു വരുന്ന ഒരു പദമാണ് ഫവ്വൽ. അപ്പോൾ
പ്ലീസ് കം എന്നുള്ളതിന് ഉപയോഗിക്കുന്നതാണ്. റെസ്പെക്റ്റോട് കൂടി പറയുന്നതിനാണ് ഫദ്ൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇരിക്കാൻ വേണ്ടി പോലും ചിലപ്പോൾ ഇരിക്കുന്നതിന് പറയാ സാധാരണ പറയുക പ്ലീസ് സിറ്റ് എന്നുള്ളതിന് പറയുക ഇജ്ലിസ് എന്നാണ്, ഇജ്ലിസ്. ഓക്കെ, പക്ഷേ ഇജ്ലിസ് എന്നല്ല, പിന്നെ റെസ്പെക്റ്റോട് കൂടി പറയുമ്പോൾ ഇജ്ലിസ് എന്നല്ല പറയാം, ഫദ്ൽ എന്നാ പറയാം. ഫദ്ൽ എന്ന് പറഞ്ഞെങ്കിൽ ഇരിക്കുക എന്ന് കൂടി അർത്ഥത്തിനൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഫദ്ൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അപ്പോൾ നമ്മൾ ഇന്നിപ്പോ 3 ഇതാണ് പുതുതായി പഠിച്ചത്. ഒന്ന് മർഹബ, പരസ്പരം ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ പറയേണ്ട വാക്കാണ് മർഹബ. മർഹബ അല്ലെങ്കിൽ അഹ്ലൻ വസഹ്ലൻ, അഹ്ലൻ വസഹ്ലൻ. നമ്മൾ അഹ്ലൻ വസഹ്ലൻ ഒന്ന് എഴുതി കാണിച്ചു കൊടുത്താൽ എളുപ്പമായിരിക്കും ആൾക്കാർ. അഹ്ലൻ അഹ്ലൻ വസഹ്ലൻ. സഹ്ലൻ സഹ്ലൻ വസഹ്ലൻ. വ എന്നുള്ളത് പിന്നെ ആൻഡ് എന്ന ഉച്ചാരണത്തിന് പറയുന്നതാണ്. വ എന്ന വാക്ക് ഒറ്റക്ക് എഴുതുകയാണെങ്കിൽ ഇവിടെ വ എന്ന് എഴുതുകയാണെങ്കിൽ വ എന്ന് എഴുതുക. അറബിയിൽ വ എന്നത് ആൻഡ് എന്ന പദത്തിന് തുല്യമാണ്. പിന്നെ അതുകൊണ്ട് അഹ്ലൻ വ സഹ്ലൻ, വസഹ്ലൻ എന്ന ഒറ്റ വാക്കല്ല, വ സഹ്ലൻ, അഹ്ലൻ വ സഹ്ലൻ, അഹ്ലൻ വ സഹ്ലൻ എന്നാ പറയുക. അപ്പോൾ 2 രൂപത്തിൽ നമുക്ക് ആൾക്കാരോട് പിന്നെ വിഷ് ചെയ്യാം. ആദ്യം വേണമെങ്കിൽ മർഹബ എന്ന് പറയാം, അല്ലെങ്കിൽ അഹ്ലൻ വ സഹ്ലൻ എന്നും പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ തിരിച്ചു പറയാം, മർഹബ മർഹബ. അല്ലെങ്കിൽ കുറച്ചുകൂടി ഇന്റിമസിയോട് സ്നേഹത്തോട് പറയുകയാണെങ്കിൽ മർഹബത്തേൻ. മർഹബത്തേൻ എന്ന് പറഞ്ഞാൽ ടു വെൽക്കം എന്ന്, 2 പ്രാവശ്യം സ്വാഗതം എന്നാണ് അതിൻ്റെ അർത്ഥം. വാക്കർത്ഥം 2 പ്രാവശ്യം സ്വാഗതം എന്നാണ്. അപ്പോൾ മർഹബത്തേൻ അല്ലെങ്കിൽ മർഹബ എന്ന് തന്നെ തിരിച്ചു പറയാം, അല്ലെങ്കിൽ മർഹബത്തേൻ എന്ന് കുറച്ചുകൂടി പറയാം. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ മർഹബ എന്ന് പറയുന്നതിന് പകരം ചിലപ്പോൾ പറയുക അഹ്ലൻ വസഹ്ലൻ, അഹ്ലൻ വസഹ്ലൻ എന്നായിരിക്കും പറയുക. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും, തിരിച്ച് വിഷ് ചെയ്യുക, അഹ്ലൻ വസഹ്ലൻ, അഹ്ലൻ വസഹ്ലൻ എന്ന് തന്നെ തിരിച്ച് നമ്മൾ പറയും. അതുപോലെ തന്നെ കയറി വരുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഒരാൾ വരികയാണെങ്കിലും നമ്മൾ പ്ലീസ് ബി സീറ്റഡ് എന്നതിന് പറയുന്ന പദമാണ് ഫദ്ദൽ. ഫദ്ദൽ, ഫദ്ദൽ എന്നാണ് അത്. പിന്നെ മലയാളത്തിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, ഫദ്ദൽ അല്ലെങ്കിൽ ഫദ്ദൽ എന്നാണ് സാധാരണ ശരിക്കുള്ള ഉത്തരം. അതിൻ്റെ അർത്ഥം പ്ലീസ് കം അല്ലെങ്കിൽ പ്ലീസ് എൻ്റർ എന്നൊക്കെ, അല്ലെങ്കിൽ പ്ലീസ് ഹാവ് ഇറ്റ് എന്നൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ട് പറയുന്ന എക്സ്പ്രഷനാണ് ഫദ്ദൽ എന്ന പദം. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന മറ്റൊരു അറബി കേൾക്കാവുന്ന ഒരു പദമാണ് യാ അല്ലാ എന്ന് പറയും. ഇതൊന്ന് വായിച്ചിട്ട് യാ അല്ലാ. ഓക്കെ, യാ അല്ലാ. ഓക്കെ, യാ അല്ലാ എന്ന് പറഞ്ഞാൽ ലെറ്റസ് ഹാവ് ഇറ്റ് അല്ലെങ്കിൽ പിന്നെ ലെറ്റസ് ഗോ എന്നിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് യാ അല്ലാ. പ്ലീസ്, വേഗം ചെയ്യാൻ വേണ്ടിയിട്ടും ചിലപ്പോൾ അറബികൾ പിന്നെ നമ്മളോട് പറയും യാ അല്ലാ എന്ന് പറയും. എന്ന് വെച്ചാൽ ധൃതി കൂട്ട് എന്നുള്ളതിന് പറയും. അപ്പോൾ അതൊന്ന് യാ അല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കർത്ഥം ഓ മൈ ഗോഡ് അല്ലെങ്കിൽ ദൈവമേ എന്ന് വിളിക്കുന്നതിന് തുല്യമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പിന്നെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് യാ അല്ലാ കം എന്ന് പറഞ്ഞാൽ, യാ അല്ലാ താൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് വേഗം വാ എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ വരൂ എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ യാ അല്ലാ എപ്പോഴും നമ്മൾ യാ എന്നല്ല യാ അല്ലാ. ഓക്കെ, ഇത് സാധാരണ കേൾക്കുന്ന ഒരു പദമാണ്. ഇതിൻ്റെ അർത്ഥം ദൈവമേ എന്ന മലയാളത്തിൻ്റെ അർത്ഥമേ അല്ലെങ്കിൽ ഓ മൈ ഗോഡ് എന്ന അർത്ഥമേ ഉള്ളൂ എങ്കിൽ പോലും അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ലെറ്റസ് അല്ലെങ്കിൽ പ്ലീസ് എന്നുള്ളതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അറബികൾ ഉപയോഗിക്കുന്നതാണ്. വാക്കർത്ഥത്തിലല്ല, അതൊക്കെ എക്സ്പ്രഷൻസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് തആൽ. തആൽ 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 തആൽ. തആൽ എന്ന് പറഞ്ഞാൽ കം. തആൽ എന്ന് പറഞ്ഞാൽ കം എന്ന അർത്ഥമാണ്.
അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാളോട് നമ്മൾ വരാൻ പറയുകയാണെങ്കിൽ യാ അല്ലാ തആൽ, യാ അല്ലാ ഐനാണ്, അത് സാധാരണ ആ അല്ല, പക്ഷെ അത് അറബിയിൽ മലയാളത്തിൽ ആ അക്ഷരം ഇല്ലാത്തതുകൊണ്ട് ചില അക്ഷരങ്ങൾ അറബിയിലുള്ളത് മലയാളത്തിലില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങനെ അതിന് ഉച്ചരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ യാ അല്ലാ തആൽ, തആൽ താൽ എന്ന് പറഞ്ഞാൽ കം, വരൂ, വരൂ എന്ന പദത്തിന്റെ ഇതാണ് താൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പിന്നെ തുടക്കത്തിൽ പഠിച്ച പദങ്ങൾ ഒന്നുകൂടി മായ്ച്ചിട്ട് ഒന്നുകൂടി നമുക്ക് എഴുതി നോക്കാം. പിന്നെ ഒന്നുകൂടി എഴുതി പഠിച്ചു നോക്കാം. പ്രേക്ഷകർക്ക് എഴുതിയെടുക്കാനുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് തത്സമയം ഫോൺ ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഒന്ന് നമ്മൾ പഠിച്ചത് മർഹബ. മർഹബ. അതിന്റെ മലയാളത്തിലെ അർത്ഥം സ്വാഗതം. അതിന് റിപ്ലൈ ചെയ്യേണ്ടത് ഒന്നുകിൽ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുക, മർഹബ എന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മർഹബ തേൻ. ഒന്ന് ഇന്റിമസിയിലൂടെ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്നേഹത്തോടെ പറയുകയാണെങ്കിൽ മർഹബ തേൻ. പിന്നെ ചെറിയ ത രണ്ട് തേൻ. മർഹബത്തേൻ എന്ന് പറയും. മർഹബ എന്ന് പറയുമ്പോൾ മർഹബത്തേൻ എന്ന് നമ്മൾ റിപ്ലൈ ആയിക്കൊണ്ട് നമ്മൾ പറയും. എന്ന് പറഞ്ഞേക്കെ മർഹബ, മർഹബത്തേൻ അല്ലെങ്കിൽ മർഹബ എന്ന് തന്നെ തിരിച്ചു പറയും. ഓക്കെ. അപ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അസ്സലാം അലൈക്കും, വലൈക്കും അസ്സലാം, അലൈക്കും സലാം എന്ന് പറഞ്ഞതിന് ശേഷം മർഹബ എന്ന് പറയും. അപ്പോൾ മർഹബ. അപ്പോൾ നമ്മൾ തിരിച്ച് മർഹബ എന്ന് പറയാം, അല്ലെങ്കിൽ മർഹബത്തേൻ എന്നും പറയും. പിന്നെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ പദമാണ് അഹ്ലൻ വസഹ്ലൻ. അഹ്ലൻ വ സഹ്ലൻ. കുറച്ച് അഹ്ലൻ വ സഹ്ലൻ. വ എന്നുള്ള നമ്മൾ പഠിച്ചു. ആൻഡ് എന്ന അല്ലെങ്കിൽ ആൻഡ് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ സെയിം വേർഡാണ് വ എന്ന് പറയുന്നത്, ആൻഡ്. ഓക്കെ. അപ്പോൾ അഹ്ലൻ വ സഹ്ലൻ, അഹ്ലൻ വ സഹ്ലൻ. അത് പറയുമ്പോൾ തിരിച്ചു പറയേണ്ടത് അങ്ങനെ തന്നെയാണ്, അഹ്ലൻ വ സഹ്ലൻ, അഹ്ലൻ വ സഹ്ലൻ എന്ന് പറയും. ഓക്കെ. പിന്നീട് നമ്മൾ പഠിച്ച ഒരു പദമായിരുന്നു ഫവ്വൽ എന്ന്. ഫവ്വൽ എന്ന് പറഞ്ഞാൽ പ്ലീസ് ബി സീറ്റഡ് അല്ലെങ്കിൽ പ്ലീസ് കം എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഒരു പദമായിരുന്നു ഫദ്ദൽ, ഫവ്വൽ. ഫവ്വൽ എന്ന് പറഞ്ഞാൽ പ്ലീസ് ബി സീറ്റഡ് അല്ലെങ്കിൽ പ്ലീസ് കം, പ്ലീസ് ഹാവ് ഇറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ കൊടുക്കുമ്പോൾ പിന്നെ ടേക്ക് ഇറ്റ് എന്ന് പറയുന്നതിന് പകരം റെസ്പെക്റ്റോട് കൂടി പറയുക ഫവ്വൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കയ്യിൽ ഒരാൾക്ക് കൊടുക്കുക, ഫവ്വൽ. അല്ലെങ്കിൽ പിന്നെ വീട്ടിലേക്ക് കയറുകയാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിലേക്ക് കയറി വരികയാണെങ്കിൽ കം എന്ന് പറയുന്നതിനേക്കാൾ റെസ്പെക്റ്റ് ആയിക്കൊണ്ട് അറബികൾ സംസാരിക്കുന്നത് ഫവ്വൽ എന്നായിട്ടായിരുന്നു പറയാം. കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ കം എന്ന് പറയുന്ന ഒരു ദേഷ്യത്തോടു കൂടി അല്ലെങ്കിൽ കുറച്ച് ടഫോട് കൂടി പറയുന്നതായിരിക്കും. പക്ഷെ ഫവ്വൽ എന്ന് പറയുന്നത് ഒരുപാട് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് പറയുന്ന ഒരു പദമാണ്. ഇതിന്റെ വാക്കർത്ഥം ഫവ്വൽ എന്നതിന്റെ വാക്കർത്ഥം ഞാൻ പറഞ്ഞു കം എന്നല്ല, പക്ഷെ അതൊരു എക്സ്പ്രഷനാണ്. ഇത് ഫവ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാക്കർത്ഥം താങ്കൾ വന്നാൽ ഞാൻ ശ്രേഷ്ഠനായി എന്നൊക്കെയുള്ള ഒരു പിന്നെ പദമാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഒരു വാക്ക് പഠിച്ചത് പിന്നെ യാ അല്ലാ. യാ അല്ലാ. യാ അല്ലാ. യാ അല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റസ് എന്നുള്ള അർത്ഥമാണ് സാധാരണ സൂചിപ്പിക്കാറുള്ളത്. യാ അല്ലാ താൽ. ഇപ്പോൾ താൽ എന്ന വാദം നമ്മൾ പഠിച്ചു. ഓക്കെ. യാ അല്ലാ താൽ. ഓക്കെ. പ്ലീസ് കം എന്നുള്ളതിന് യാ അല്ലാ അല്ലെങ്കിൽ പിന്നെ കം എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് യാ അല്ലാ. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പിന്നൊന്ന് പഠിച്ച പദമായിരുന്നു താൽ. താൽ. താൽ താൽ എന്ന് പറയും. താൽ എന്ന് പറഞ്ഞാൽ പ്ലീസ് കം. കം എന്നുള്ള പ്ലീസ് കം എന്നുള്ളതിൻ്റെ
പിന്നെ ധ്വനിപ്പിക്കുന്നതാണ് താൽ. ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ താൽ എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളങ്ങനെ കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കം എന്നാണ് അതിൻ്റെ അർത്ഥം ഉള്ളത്. അതുപോലെ തന്നെ സാധാരണ അറബികൾ പിന്നെ എപ്പോഴും പറയാറുള്ളതാണ് വല്ലാഹി 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 വല്ലാഹി. ഓക്കെ, ഇതിന്റെ അർത്ഥം ദൈവത്തെ കൊണ്ട് സത്യം എന്നാണ്. വല്ലാഹി എന്ന് പറയുന്നത് ചിലപ്പോൾ പിന്നെ ഹി എന്ന് സാധാരണ ഉച്ചരിക്കുകയില്ല, വല്ലാഹ് എന്ന് പറഞ്ഞാൽ നിർത്തും. വല്ലാഹ് എന്ന് പറഞ്ഞെങ്കിൽ ദൈവത്തെ കൊണ്ട് സത്യം, അല്ലെങ്കിൽ ഓക്കെ അള്ളാഹിനെ കൊണ്ട് സത്യം, അല്ലെങ്കിൽ ദൈവത്തെ കൊണ്ട് സത്യം എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ്. അപ്പോൾ എപ്പോഴും എന്ത് പറയുകയാണെങ്കിലും അറബികളുടെ പിന്നെ വായിൽ നിന്ന് നമ്മൾ കേൾക്കാവുന്ന ഒരു പദം വല്ലാഹ്. ഓക്കെ, അള്ളാഹിനെ കൊണ്ട് സത്യം വല്ലാഹ് എന്ന് കേൾക്കും. അപ്പോൾ ഇത് ദൈവത്തിനെ കൊണ്ട് സത്യം ഇടുന്നതിന് ഐ സ്വെയർ വിത്ത് ഗോഡ് എന്ന് പറയുന്ന അതേ അർത്ഥമാണ് വല്ലാഹ് എന്നുള്ളതിനുള്ളത്. ഇതാണ് സാധാരണ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ചില പദങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇപ്പോൾ പഠിച്ചത് എപ്പോഴും നാം സ്ഥിരമായി കേൾക്കുന്ന ചില പദങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. പിന്നെ മാന്യപ്രേക്ഷകർക്ക് അത് എഴുതിയെടുക്കാനും അല്ലെങ്കിൽ ഉച്ചരിക്കാനും പഠിക്കാനും വേണ്ടി കൊണ്ട് ഒന്നുകൂടി ഉച്ചരിക്കുന്നു. ആദ്യം നമ്മൾ പഠിച്ചു മർഹബ എന്ന് പറഞ്ഞാൽ വെൽക്കം. അപ്പോൾ നമ്മൾ തിരിച്ചു പറയേണ്ടതും മർഹബ അല്ലെങ്കിൽ മർഹബത്തേൻ. ഒന്നുകൂടി റെസ്പെക്റ്റ് ആയിക്കൊണ്ട് പറയേണ്ടത് മർഹബത്തേൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മർഹബ എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. രണ്ടാമത് ആ വെൽക്കമിന് തന്നെ നമ്മൾ സാധാരണ പിന്നെ രണ്ടാമത് പറയുന്ന ഒരു പദമാണ് അഹ്ലൻ വസഹ്ലൻ. അഹ്ലൻ വസഹ്ലൻ, അഹ്ലൻ വസഹ്ലൻ എന്ന് പറഞ്ഞാൽ സ്വാഗതം എന്ന് തന്നെയാണ് അതിൻ്റെയും അർത്ഥം. അത് അതിൻ്റെ വാക്കർത്ഥം വേറെ എന്തെങ്കിലും ആണെങ്കിലും പിന്നെ അതുകൊണ്ട് ധ്വനിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് സ്വാഗതം എന്ന് തന്നെയാണ്. അഹ്ലൻ വസഹ്ലൻ എന്നുള്ളത് മറ്റൊരു പദം. അത് പറയുമ്പോഴും നമ്മൾ തിരിച്ചു പറയേണ്ടത് ഒന്നുകിൽ അഹ്ലൻ വസഹ്ലൻ മർഹബ എന്നും തിരിച്ചു പറയാം, അല്ലെങ്കിൽ അഹ്ലൻ വസഹ്ലൻ എന്നും പറയാം, തിരിച്ചും ഒക്കെ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഒരാൾ നമ്മളോട് മർഹബ എന്ന് പറഞ്ഞാൽ അഹ്ലൻ വസഹ്ലൻ എന്ന് നമുക്ക് തിരിച്ചു പറയാം. അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും അഹ്ലൻ വസഹ്ലൻ എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വെറും മർഹബ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താനും പറ്റും, അതും കുഴപ്പമില്ല. അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജോയിൻ ചെയ്തിട്ടും പിന്നെ മിക്സ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. രണ്ടാമത് നമ്മൾ പഠിച്ച മൂന്നാമത് പഠിച്ച മറ്റൊരു പദമായിരുന്നു ഫദ്ദൽ എന്ന്, അല്ലെങ്കിൽ ഫദ്ദൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീസ് കം അല്ലെങ്കിൽ പ്ലീസ് ഹാവ് ഇറ്റ് എന്നൊക്കെ ധ്വനിപ്പിക്കുന്ന പദമാണ് ഫദ്ദൽ. ഫദ്ദൽ എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ ഫദ്ദൽ എന്ന് പറയും. അറബിയിൽ ലാ എന്ന പദം നമ്മൾ പിന്നെ മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് അറബിയിൽ അത് ശരിക്കാൻ്റെ ഉച്ചാരണം ഫള്ളൽ എന്നാണ്, ഫള്ളൽ. ഓക്കെ, പിന്നീട് നമ്മൾ പഠിച്ചത് യാ അള്ളാഹ് എന്ന് പറയുന്നത് ഒരാളെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിക്കുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തോട് എന്തെങ്കിലും പറയുന്ന പദമാണ് യാ അള്ളാഹ് എന്ന്. ഒരാൾ ഓക്കെ യാ അള്ളാഹ് ഗോ അല്ലെങ്കിൽ യാ അള്ളാഹ് കം അല്ലെങ്കിൽ യാ അള്ളാഹ് താൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് അതുപോലെ തന്നെ താൽ എന്ന്. താൽ എന്ന് പറഞ്ഞാൽ കം, പ്ലീസ് കം എന്നുള്ളതിന് പറയുന്ന പദമാണ് താൽ. അപ്പോൾ ഒരാളോട് പറയുകയാണെങ്കിൽ കം എന്ന് പറയുകയാണെങ്കിൽ യാ താൽ എന്ന് പറയും. ഓക്കെ, എന്ന് വെച്ചാൽ യാ അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ചു റോഹ് എന്ന് പറയും. യാ പിന്നെ ഈ മുറൂറിലൊക്കെ പിന്നെ വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ മുറൂറിലെ വണ്ടികൾ വന്നിട്ട് നമ്മളോട് പോലീസുകാർ പറയും യാ റോഹ് എന്ന് പറയും, യാ റോഹ് എന്നാ പറയാം. അപ്പോൾ പിന്നെ അവിടുന്ന് പോകാൻ വേണ്ടി അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ യാ റോഹ് എന്നാ പറയാം. അപ്പോൾ യാ എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്നല്ലെങ്കിൽ ലെറ്റസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് യാ അള്ളാഹ്. യാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ദൈവേ എന്നുള്ള അർത്ഥമേ ഉള്ളൂ, പക്ഷെ അത് അറബികളുടെ സംഭാഷണത്തിൽ അവർ ധ്വനിപ്പിക്കുന്ന ഒരു പദമാണ്. ഓക്കെ, ഒരു കോളർ ഉണ്ട്, നമുക്ക് ആ കോളറെ അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ് തുടരാം. ഹലോ. വലൈക്കും അസ്സലാം. ആ ഓക്കെ, എവിടുന്ന അബ്ദുള്ള അത് അറബികളുടെ ഒരു സംസാരണ രൂപമാണ്. നമ്മളങ്ങനെ പറയണമെന്നില്ല. പക്ഷെ യാ അല്ലാഹ് എന്ന് പറയുന്ന താൽ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് അവരുടെ ലോക്കൽ ആക്സെന്റ്. ചിലപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രേക്ഷകരെ അത് പഠിപ്പിക്കുന്നത്. താൽ എന്ന് ഓക്കെ,
നല്ലത്. ഓക്കെ, ശരിയാണ്. ഓക്കെ, ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, നമ്മളോട് ഒരു അറബി യാ അല്ലാഹ് തആൽ എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുകയും അതിന് നമ്മൾ റിപ്ലൈ ചെയ്യാൻ നമ്മൾ റെഡിയാവുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ യാ അല്ലാഹ് എന്ന് പറയുന്നത് പിന്നെ അതിന് രണ്ട് ധ്വനികളുണ്ട്. ആ യാ അല്ലാഹ് എന്ന് ദേഷ്യത്തിൽ പറയുന്നതുമുണ്ട്, യാ അല്ലാഹ് എന്ന് സാധാരണ ഒരു സിമ്പിൾ ആയിക്കൊണ്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ പറയുന്ന സ്വഭാവമുണ്ട്. അപ്പൊ അതേതും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ താൽ എന്ന് പറഞ്ഞാൽ തന്നെ പർപ്പസ് പിന്നെ വരൂ എന്നുള്ളതിനുള്ള താൽ എന്ന് തന്നെ മതി. പക്ഷെ അറബികൾ പ്രകാരത്തിന് യാ അല്ലാഹ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ ശൈലിയാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ലോക്കലിന്റെ ഭാഷയിലാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം അത് പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്ക്സ്. അപ്പോൾ അതാണ് അതിന്റെ ക്ലാരിഫിക്കേഷൻ. അദ്ദേഹം പറഞ്ഞത് പിന്നെ കൃത്യമാണ്. കാരണം ഈ യാ അല്ലാഹ് എന്നുള്ളത് സാധാരണ പിന്നെ അറബികളിൽ നിന്ന് മലയാളികളോട് സംസാരിക്കുമ്പോൾ കുറച്ച് ദേഷ്യത്തിൽ ഉപയോഗിക്കുന്ന